സോ ഹേ ഗൈസ് വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ് സീരീസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് തമ്മിൽ കണ്ടുപോലെ ഒരു RX-ൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. സംഭവം ഒരു ചെറിയൊരു കോമ്പിനേഷൻ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. പോരാഞ്ഞിട്ട് ഇതിൽ ചെയ്തിരുന്നതിൽ ചെറിയൊരു എന്നാ പറയണ്ടേ ഒരു എളുപ്പപ്പണി എന്നാണ് പറയാം. പക്ഷേ അത് കാരണം വണ്ടി ഫുൾ അലൈൻമെൻറ്റ് മാറുന്ന രീതിയിൽ ഒരു മണ്ടത്തരം ഇതിന് മുന്നേ സെറ്റ് ചെയ്ത ഒരാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഡിസ്ക് വെച്ചിരുന്ന ഞാൻ കാണിച്ചു ഇതുണ്ടല്ലോ. ഇതിൻ്റെ സ്പേസറിന് അഡാപ്റ്ററിന് വരെ യൂസ് ചെയ്തിരുന്നത് ഈ സാധനം വെച്ചിട്ട് ഡയറക്റ്റ് ഹബ്ബ് തുളച്ച് സെറ്റ് വെച്ചേക്കുമായിരുന്നു. ഹബ്ബിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതാണ് ഈ വണ്ടിയിലിരുന്ന ഹബ്ബ്. ഈ ഹബ്ബ് ഇനി ഒന്നിനും കൊള്ളുകയില്ല സത്യം പറഞ്ഞാൽ. അത് പോയി, ത്രെഡും പോയി, അലൈൻമെൻറ്റും ഇല്ല. അത് വണ്ടി ഡിസ്ക് പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞ കംപ്ലൈൻറ്റിൻ്റെ പേരിലാണ് ഈ വണ്ടി നമ്മുടെ വന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് താഴോട്ട് ഇറക്കി നമ്മുടെ ഹബ്ബ് മാറ്റി പൾസറിൻ്റെ ഹബ്ബ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അഡാപ്റ്റർ വെച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അഡാപ്റ്റർ വെച്ച് അതിന് മേലോട്ട് അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടല്ലോ, ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്കാ സീറ്റാണ് ഇത് ചെയ്ത്. ഇതിൻ്റെ മേളിൽ NS1 ഡിസ്ക് സൈറ്റ് സെറ്റ് ചെയ്ത് RTR കാലിപ്പർ സൂട്ടേജ് അങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. ചാനൽ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. നമ്മൾ എന്തൊക്കെയാണ് ഇതാ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇരിക്കുന്ന സ്റ്റമ്പിൻ്റെ കേസിലോട്ട് വരുവാണെങ്കിൽ സ്റ്റമ്പ് വന്നിട്ട് പൾസർ ഫസ്റ്റ് മോഡലിലെ സ്റ്റമ്പാണ്. ഡയറക്റ്റ് ഫിറ്റ് ആണ് RX-ൽ. പ്രത്യേകിച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. അത് ഓൾറെഡി കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജസ്റ്റ് മറ്റേ നമ്മുടെ സ്റ്റേ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ഇനി RTR കാലിപ്പർ വെച്ച് നീറ്റായിട്ട് സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് അഡാപ്റ്റർ വെച്ച് ആദ്യമേ ഇത് വലിച്ച് മുറുക്കിയിട്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അഡാപ്റ്റർ വെച്ച് മുറിക്കിയ ശേഷം നമ്മൾ പ്ലേറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. സംഭവം NS200 പ്ലേറ്റ്, ഞാൻ പറഞ്ഞ NS-ന്റെ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അഡാപ്റ്ററിൽ പക്ക സീറ്റിംഗ് ആണ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഡാപ്റ്ററിൽ തന്നെ നമുക്ക് GT-യുടെ ആണെങ്കിലും നമ്മുടെ RS200 ആണെങ്കിലും അങ്ങനെ കുറേ ടൈപ്സ് സൂട്ടാവും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വലിച്ചു കൊടുക്കിയിട്ട് വീല് കയറ്റി സെൻറ്റർ ചെയ്യാം. സോ നമ്മൾ ഫ്രണ്ട് സെക്ഷൻ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീല് സെൻറ്ററാണ്, പക്കാ സെൻറ്ററാണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ സൈഡിൽ വന്നിട്ട് ഷൈൻ്റെ പിനിയൻ ബോക്സും ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പൾസറിൻ്റെ സ്റ്റോക്ക്. അതിൽ കടന്ന് സെയിം സെറ്റപ്പ് അങ്ങനെ തിരിച്ച് കയറ്റുന്നുള്ളൂ. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ സ്റ്റേ ഊരി മാറ്റിയിട്ട് RTR-ൻ്റെ കാലിപ്പർ വെച്ച് പൊക്കം കറക്റ്റ് ചെയ്ത് ഹോളിൽ ത്രെഡ് ചെയ്യണം. അതാണ് പണി. അപ്പം വീലും കാര്യങ്ങളും പക്ക അലൈൻമെൻറ്റാണ്, സീനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം. മതിയില്ലേ? നമ്മളിത് ഫ്രണ്ട് സെക്ഷൻ മൊത്തം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലിപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ലോഡ് ചെയ്തുകൊണ്ട് ബ്രേക്ക് നല്ല പക്ക ലോഡിങ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ, വീല് കാര്യങ്ങളൊക്കെ നല്ല ഫ്രീയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കി ഓക്കെ ആയി കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം. യമഹയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഞാൻ പറഞ്ഞത് ആദ്യമേ പറയുവാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഓൾറെഡി ഒരു വലിയ ഡിസ്ക് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ച പോലെ അതൊരു വൃത്തിയായിട്ട രീതിയിൽ സെറ്റ് വെച്ചിരുന്നത്. അത് നമ്മൾ മാറ്റി അഡാപ്റ്റർ അടിച്ച് വൃത്തിക്ക് സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ കാലിപ്പർ നമ്മൾ പറയുന്നത് മറ്റേ സ്റ്റേ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് RTR-ൻ്റെ കാലിപ്പർ മേടിച്ച് വൃത്തിക്ക് ഹോളൊക്കെ അടിച്ച് പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീലും കാര്യങ്ങളും സെൻറ്ററിങ് കാര്യങ്ങളും ഞാൻ പറഞ്ഞാന്നല്ലോ. അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്തതിന് പക്കയായിട്ട് നിന്നോളൂ. ഇപ്പോൾ കാണുവാണെങ്കിൽ ഇപ്പോൾ പക്ക വീൽ സെൻറ്ററിങ് ആണ്. നമ്മുടെ മൾഗാർഡ് സെറ്റ് ആയിട്ടുണ്ട്. മൾഗാർഡ് കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. റണ്ണിങ് അലൈൻമെൻറ്റ് ഒന്നും കുഴപ്പമില്ല. പോരാണ്ട് ബ്രേക്കിൻ്റെ വെയിറ്റ് ഇതുണ്ടല്ലോ, പക്കായിട്ട് ബ്രേക്ക് ബൈറ്റിങ് കിട്ടുന്നുണ്ട്. അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം അതാണ് ഈ RX-ൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക്സിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ചെയ്യുമ്പോൾ മാക്സിമം ഫിനിഷിങ്ങിൽ ഫണ്ട് നോക്കാതെ ഫിനിഷിങ്ങിൽ വൃത്തിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പിന്നെ അതിനകത്ത് ഇരട്ടി ഒരു എമൗണ്ട് ചിലവാക്കേണ്ടി വരത്തില്ല. കാരണം ഈ സെയിം എമൗണ്ട് തന്നെയാണ് പുള്ളി ആദ്യം മുടക്കിയത്. അതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം കമൻറ്റ് ചെയ്യുക. വെരി സ്പെഷ്യൽ TVM ഓട്ടോമോട്ടീവ്സ്.